സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, എനിക്ക് രക്ഷ ഉണ്ടാവില്ല, ഞാൻ അതിനൊന്നും യോഗ്യനല്ല, ഇയാൾ പണ്ടേ ഉഴപ്പനാണ്, ഇവൻ 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 ഇത്രയും നാൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി ഇങ്ങനെയും പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ, ഇവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇതാ സ്നാപക യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? സ്നാപക യോഹന്നാൻ. പങ്കുവയ്ക്കണം. നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം എനിക്ക്, തൂമ്പായുടെ സ്വഭാവം എന്ന് പറയത്തില്ല, എല്ലാം എനിക്ക്, എനിക്ക് 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 എല്ലാം എനിക്ക് എനിക്ക്. ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം. ഇനി വരുന്നത് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. അവരാണ് ചുങ്കക്കാര്. ഭാര്യയോട് ഭർത്താവ് എന്ത് കാണിക്കണം? വിശ്വസ്തത കാണിക്കണം. ഭാര്യമാരെ, ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കണം. നിന്റെ ജീവിതത്തോട് നിനക്കൊരു വിശ്വസ്തത വേണം. ആയിരിക്കുന്ന ദൈവവിളിയോട് നിനക്കൊരു വിശ്വസ്തത വേണം. തൃപ്തിയില്ലാത്തത് കൊണ്ടല്ലേ പല പല അബദ്ധങ്ങളിൽ ചെന്ന് വീഴുന്നത്, അല്ലേ? മലയാളത്തിലൊക്കെ പറയാം ആക്രാന്തം എന്ന് പറയും, അല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയല്ലേ? നമ്മുടെ ബന്ധങ്ങളിൽ അങ്ങനെയല്ലേ? അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലൊരു വലിയൊരു ഭാരം. തൃപ്തി കണ്ടെത്താൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ മതി. അവിടെ ഒരു ജോണി ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് പറഞ്ഞൊരു സാക്ഷ്യം പോലെ പറയാൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് ഇയാൾ ചെയ്ത കാര്യം എന്താണെന്നറിയോ? പള്ളിയിൽ വികാരിയച്ഛൻ്റെ അടുക്ക ചെന്ന്, അച്ഛാ നാളെ ഒരു താങ്ക്സ് ഗിവിംഗ് മാസ്. പലർക്കും എൻ്റെ സ്വഭാവത്തിൽ എന്ന് ചോദിക്കാൻ ഇഷ്ടമില്ല. നിന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? കാരണം നമ്മുടെ ഒരു പൊതുവായ ചിന്ത എന്ന് പറയണത് അവൻ ശരിയല്ല, അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം, അച്ഛൻ അവനെ ഉപദേശിക്കണം. അപ്പൊ ഞങ്ങൾ ചെന്നിരിക്കുന്നത് ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. അച്ഛാ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന തെളിവുകളാണ്, ഫോട്ടോ സഹിതം ഉണ്ട് അച്ഛാ. വാട്സപ്പിലെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത് പ്രിന്റ് ചെയ്ത് ഫയലാക്കി വെച്ചിട്ടുണ്ട്. ഈ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്, അല്ലെ? കുമ്പസാരിക്കാറില്ലേ? ഉണ്ടോന്ന്? അച്ഛാ ഞങ്ങൾ നല്ല മനുഷ്യരാണ്, ഞങ്ങൾ കുമ്പസാരിക്കാറുള്ളവരാണ്. കുമ്പസാരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? ഈ ചേട്ടൻ മദ്യപിക്കുന്നു, അവിടെ ഇരിക്കുന്ന സാധാരണക്കാരന് മദ്യപിക്കുന്നു, ഗൗരവം കൂടുതൽ ഏതാ? ഈ ചേട്ടൻ ചെയ്യുന്ന കാരണം പോട്ടാശ്രമത്തിലെ കൗൺസിലർ അല്ലേ? ചേട്ടൻ കള്ളുകൂടിയനല്ല, ഉദാഹരണം. അപ്പൊ ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോ ഈ ചേട്ടന് മനസ്സിലായി, ദൈവമേ ഞാൻ കള്ളുകൂടിയനായിട്ട് ജീവിക്കുന്നത് ശരിയല്ല, മദ്യപാനി ആയിരിക്കുന്നത് ശരിയല്ല. പറയുന്ന എന്റെയും കേൾക്കുന്ന നിന്റെയും ഒക്കെ ജീവിതത്തിൽ അനേക മേഖലകളിൽ മാനസാന്തരം ആവശ്യമുണ്ട്. നമ്മൾ അല്പസമയം അത് പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് നിവർന്നിരുന്നേ, സിറ്റ് സ്ട്രൈറ്റ്, വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 4, 5, 6 തിരുവചനങ്ങൾ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 4, 5 and 6 നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. പക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും. നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ വചനം ഇങ്ങനെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. തിരുവചനം പറയുവാണ്, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണും. കുറച്ചു പേരാണോ പറഞ്ഞേ? അല്ല, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കുമുള്ള രക്ഷയാണ്. സാൽവേഷൻ, അല്ലേ? സാൽവേഷൻ ഫോർ ഓൾ ഫ്ലഷ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. സകല മനുഷ്യർക്കും രക്ഷയുണ്ട്. ഹല്ലേലൂയാ. അപ്പൊ ഈ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? സകല മനുഷ്യർക്കും രക്ഷയുണ്ട്. കുറച്ചു പേർക്ക് മാത്രമല്ല, സകലർക്കും. ഒരുപക്ഷെ ചിലര് ചിന്തിക്കും, എനിക്ക് രക്ഷയുണ്ടാവില്ല, ഞാൻ അതിനൊന്നും യോഗ്യനല്ല, ഞാൻ അതിനൊന്നും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല, ഞാൻ ഇങ്ങനെയൊക്കെ അല്ലേ, എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല. അങ്ങനെയുള്ള
നെഗറ്റീവായ ചിന്ത തലയ്ക്കകത്തുണ്ടെങ്കിൽ ദേ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്നാണെന്നറിയോ? സകല മനുഷ്യർക്കുമുള്ളതാണ് രക്ഷ. രക്ഷ നിനക്കുള്ളതാണ്. രക്ഷ നിനക്കുള്ളതാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് രക്ഷ നിനക്ക് അവകാശപ്പെട്ടതാണ്. പറഞ്ഞു കൊടുത്തേ, രക്ഷ നിനക്ക് അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ. കുറച്ചു പേർക്കല്ല, സകലർക്കും. സകലർക്കും. ഇത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെയെങ്കിലും നിങ്ങൾ അവഗണിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇയാള് രക്ഷപ്പെടിയല്ല. ചില കുടുംബങ്ങളിലൊക്കെ ചിലരങ്ങനെ കണക്കാക്കിയിട്ടുണ്ടല്ലോ, ഓ ഇയാള് ധൂർത്തപുത്രനാണ്, ഇയാളിൽ നിന്നൊരു നന്മയും പ്രതീക്ഷിക്കേണ്ട, ഇയാള് പണ്ടേ ഉഴപ്പനാണ്, ഇവൻ ഇത്രയും നാൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുള്ളൂ, ഇവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ കണക്കാക്കി ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ, ഈ വചനം നിന്നെ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെ ആരെയും മാറ്റി നിർത്തണ്ട, മറിച്ച് രക്ഷ, സമാധാനം എന്നുള്ളത് സകലർക്കുമുള്ളതാണ്. ഹല്ലേലൂയ. പലതരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ, അത് വിശ്വസിക്കുന്ന കർത്താവേ, അത് വിശ്വസിക്കുന്ന കർത്താവേ, അത് വിശ്വസിക്കുന്ന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രക്ഷ എല്ലാവരും എങ്ങനെയാണ് അനുഭവിക്കുന്നത്? രക്ഷ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു, ക്രിസ്മസിന്റെ സന്തോഷം എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ ക്രിസ്മസ് എങ്ങനെയാണ് ഞാൻ ഒരുങ്ങേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കേണ്ടത്? ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്നാപക യോഹന്നാനാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച വചനങ്ങളൊക്കെ സ്നാപക യോഹന്നാൻ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇതാ സ്നാപക യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? സ്നാപക യോഹന്നാൻ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചും കൂടിയാണല്ലോ. അപ്പൊ സ്നാപക യോഹന്നാൻ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, അത് എങ്ങനെയാണ്, എന്താണ് നമ്മൾ എടുക്കേണ്ട നിലപാടെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് നമ്മൾ വായിക്കുന്ന ദൈവവചനം 3-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 10-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ചാപ്റ്റർ 3 വേഴ്സ് 10. 10-ാം തിരുവചനം. അതായത് സ്നാപക യോഹന്നാൻ ഈ കാര്യം പ്രസംഗിക്കുകയാണ്. സകല മനുഷ്യരും രക്ഷ കാണും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ചില പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ആ ചോദ്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വായിക്കാം. 10-ാം തിരുവചനം വായിച്ചേ. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരാ ചോദിച്ചത്? പറഞ്ഞേ. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഒരാളാണെന്ന്. നമ്മൾ അതിൽ ഒരാളാണ്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താ? ഈ ക്രിസ്മസിന് ഒരുങ്ങുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് ചോദിച്ചേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചോദിച്ചേ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഈ ക്രിസ്മസിന് ഒരുങ്ങാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചോദിച്ചേ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ദേ സ്നാപക യോഹന്നാൻ തന്റെ മുമ്പിലിരിക്കുന്ന ജനക്കൂട്ടത്തോട് പറഞ്ഞ കാര്യം 10-ാം തിരുവചനം എന്താണ് പറയുന്നത്? 11-ാം തിരുവചനം. അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ നീ പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കണം. നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം എനിക്ക്. തൂമ്പായുടെ സ്വഭാവം എന്ന് പറയത്തില്ലേ, എല്ലാം എനിക്ക്, എല്ലാം എനിക്ക്. എന്നാൽ ഇതാ നിന്റെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നാപക യോഹന്നാൻ പറയുകയാണ്, നീ പങ്കുവയ്ക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം.
മറ്റുള്ളവർക്ക് നീ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ചിലര് പറയാറുണ്ട്, അച്ഛാ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ. ഇനി വേറെ ചിലര് പറയുന്നുണ്ട്, എനിക്കെല്ലാം തികയട്ടെ, കൊടുക്കാനുള്ള തികയട്ടെ. എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്നെങ്കിലും കൊടുക്കാൻ പറ്റുമോ ചേച്ചി? ഇല്ലെന്ന്. അങ്ങനെ ഒരു ദിവസം ഇല്ല. എല്ലാം തികഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം നമുക്കില്ല. ഉള്ളതിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ആ കൊടുക്കുന്നതിന് അനുഗ്രഹം, ആ കൊടുക്കുന്നതിന് വിലയുണ്ടാവുന്നത്. ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയൊരു മനസ്സ്. അപ്പൊ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എങ്ങനെ ഒരുങ്ങണമെന്ന് ചോദിക്കുമ്പോൾ സ്നാപയോഹന്നാൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നിനക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയൊരു മനസ്സ് നിനക്കുണ്ടാവണം. ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ അതെടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞതൊന്ന് ഉറപ്പിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം. പറഞ്ഞു കൊടുത്തേ. ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. യെസ്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത വചനം ഒന്ന് വായിച്ചേ. തൊട്ടടുത്ത വചനം 12-ാം തിരുവചനം വായിച്ചേ. 12-ാം തിരുവചനം. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. ടാക്സ് കളക്ടേഴ്സ്. ആദ്യം വന്ന ആരായിരുന്നു? ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം. ഇനി വരുന്നത് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. അവരാണ് ചുങ്കക്കാര്, ടാക്സ് കളക്ടേഴ്സ്. അപ്പൊ അവര് വന്നു. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പൊ സ്നാപയോഹന്നാൻ അവരോട് പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവരോട് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വാക്കിൽ കൃത്യമായിട്ട് സ്നാപകയോഹന്നാൻ ടാക്സ് കളക്ടേഴ്സിനോട് പഠിപ്പിച്ചു, ദേ നിങ്ങൾക്ക് വിശ്വസ്തത വേണം. നിങ്ങൾക്ക് വിശ്വസ്തത വേണം. എന്ത് വേണം? വിശ്വസ്തത. എന്തിനോട് വിശ്വസ്തത? നിന്റെ വിളിയോട് നിനക്കൊരു വിശ്വസ്തത വേണം. നീ ആയിരിക്കുന്ന നിന്റെ പ്രൊഫഷനോട് നിനക്കൊരു വിശ്വസ്തത വേണം. നിന്റെ ജീവിതത്തോട് തന്നെ നിനക്കൊരു വിശ്വസ്തത വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാര് അല്ലേ? അപ്പന്മാരാണ്. ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയോട് ഭർത്താവ് എന്ത് കാണിക്കണം? വിശ്വസ്തത കാണിക്കണം. ഭാര്യമാരെ, ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കണം. ഒരു വൈദികനായി ഞാൻ എന്റെ ദൈവവിളിയോട് ഞാൻ എന്ത് കാണിക്കണം? വിശ്വസ്തത കാണിക്കണം. എനിക്ക് ലഭിക്കപ്പെട്ട ദൈവവിളിയോട് ഞാൻ വിശ്വസ്തത കാണിക്കണം. അപ്പൊ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ പ്രായോഗികമായി ചില പാഠങ്ങൾ സ്നാപകയോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തോട് നിനക്കൊരു വിശ്വസ്തത വേണം. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും വിവാഹമോചനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റും, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമൊക്കെയുള്ള ചില ബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള തകർച്ചകളെ കാണും. എങ്ങനെയാണ് അത് ആരംഭിച്ചതെന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചില തെറ്റായ ബന്ധങ്ങൾ കടന്നു വന്നു, അത് പിന്നീട് വലിയൊരു ഭാരമായിട്ട് മാറി. കുടുംബത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു, വിശ്വസ്തത നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജീവിത പങ്കാളിയോട് കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല. വിവാഹമോചനം. അവിശ്വസ്തത വന്നാൽ, ജീവിതത്തിൽ അവിശ്വസ്തത വന്നാൽ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അത് കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാത്രമല്ല, ഒരു വൈദികനും കന്യാസ്ത്രീക്കും എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അവിശ്വസ്തത വന്നാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കുന്ന ദൈവവിളിയോട് നമുക്കുള്ള എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടു പോകും. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ഇപ്പൊ ഇത് പറയണമെന്നറിയോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു അവിശ്വസ്തമായ ചിന്തയോ കൂട്ടുകെട്ടോ ഏതെങ്കിലും ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ, ദേ ഈ ക്രിസ്മസ് കാലഘട്ടം നിന്നെ പ്രത്യേകമായി ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നിന്റെ ജീവിതത്തോട് നിനക്കൊരു വിശ്വസ്തത വേണം. ആയിരിക്കുന്ന ദൈവവിളിയോട് നിനക്കൊരു വിശ്വസ്തത വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നമ്മൾ ഈ ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ കണ്ണുനീരോടുകൂടെ വരുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം, സങ്കടം ഏതിനെ കുറിച്ചാ? വിവാഹമോചനം.
സഹിക്കുന്നത് ആരാ? മക്കള്, കുഞ്ഞുങ്ങള്. കഴിഞ്ഞ ദിവസം കണ്ടൊരു കുടുംബത്തിന്റെ സങ്കടം. ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അപ്പന്റെ അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അവര് തമ്മിലുള്ള അടി പിടി ബഹളം. ഈ കുഞ്ഞുങ്ങള്, ഇവരെ ഇപ്പൊ നോക്കുന്നത് ഭർത്താവിന്റെ അമ്മയാണ് നോക്കുന്നത്. ഭർത്താവിന്, അതായത് കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് പോലും ഒരു സ്നേഹമില്ല. ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാച്ച, ഞങ്ങൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. സ്വന്തം ജീവിതത്തെ കുറിച്ചാണ് അവർ പറയണത്. ഞങ്ങൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുഞ്ഞുങ്ങളെ അമ്മ നോക്കിക്കോളും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ. മാതാപിതാക്കളല്ലേ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല ജോലിയുണ്ട്, IT കമ്പനിയിലെ ജോലി, അതുകൊണ്ട് എന്താ ശമ്പളം ഉണ്ടേ, അതൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം. അച്ഛൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം പ്രധാനപ്പെട്ടതല്ലേ, ഒരു നല്ല ജീവിതമല്ലേ, അത് ഞങ്ങൾ എന്തിനാ ഇപ്പൊ കളയുന്നത്? ഭാര്യയ്ക്കും ഭർത്താവിനും ഇഷ്ടമുള്ളതുപോലെ അവർക്ക് ജീവിക്കണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ട് രണ്ടുപേർക്കും അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ഒരു ശ്രദ്ധയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അനേക സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം, എന്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വസ്തതയുണ്ടോ? സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ചുങ്കക്കാരോട് ഈശോ സ്നാപക യോഹന്നാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടത് എന്താ? വിശ്വസ്തത വേണം. ഇനി അടുത്ത വചനം ഒന്ന് വായിച്ചേ. അടുത്തൊരു ഗ്രൂപ്പുകാരെ കൂടെ പരിചയപ്പെടാം. 14-ാം തിരുവചനം വായിച്ച, ചാപ്റ്റർ 3 വേഴ്സ് 14. 14-ാം തിരുവചനം. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. ഹല്ലേലൂയ. നമുക്കില്ലാത്തൊരു കാര്യം അതാണ്. ഏത്? തൃപ്തിയില്ല. ഉണ്ടോ? തൃപ്തിയില്ലാത്തത് കൊണ്ടല്ലേ പല അബദ്ധങ്ങളിലും ചെന്ന് വീഴുന്നത്, അല്ലേ? മലയാളത്തിലൊക്കെ പറയും ആക്രാന്തം എന്ന് പറയും, അല്ലേ? ആക്രാന്തം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പറയുക, അച്ഛാ, എവിടെയെങ്കിലുമൊക്കെ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എന്റെ കാര്യം പറയണം അച്ഛാ, എനിക്ക് പണത്തോടുള്ള ആക്രാന്തം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. സംസാരിച്ചു വന്നപ്പോ ഇയാളുണ്ടല്ലോ, വലിയൊരു കോടിക്കണക്കിന് രൂപയ്ക്ക് വലിയൊരു ട്രാപ്പിൽ പെട്ട് കിടക്കുക. അത്യാവശ്യം കുടുംബപരമായിട്ടൊക്കെ പണം ഉണ്ടായിരുന്ന ആളാണ്, ബിസിനസ്സും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്, ഇയാളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, എടാ, നമുക്ക് ഇന്ന ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ 4 ഇരട്ടി വെച്ച് നമുക്ക് മാസാമാസം ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. 4 ഇരട്ടി വെച്ച് മാസാമാസം ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഒന്നും ആലോചിച്ചില്ല, കയ്യിലുണ്ടായിരുന്നത് വിറ്റും പെറുക്കി എല്ലാം കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി. 4 ഇരട്ടി വെച്ചല്ലേ മാസം ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നത്. ആദ്യത്തെ 2 മാസക്കാലം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ 4 ഇരട്ടി വെച്ച് തിരിച്ചു കിട്ടി. അപ്പൊ പിന്നെ വീണ്ടും ഇയാൾ പറയാണ്, അച്ഛാ, എനിക്ക് ആക്രാന്തം കൂടി, പണം കിട്ടും. എന്റെ അച്ഛാ, ഞാൻ കിട്ടിയതെല്ലാം കൂടെ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അച്ഛാ, മൊത്തം അങ്ങോട്ട് പോയച്ചാ. അവന്മാർ എവിടെയാണെന്ന് പോലും ഒരു പിടുത്തവും ഇല്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ, അത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതിപ്പെടണ്ട. എന്ത് പരാതിപ്പെടാൻ അച്ഛാ? അതിനൊരു രേഖയും ഇല്ല അച്ഛാ. കണ്ണും പൊട്ടി കൊടുത്തതാ, അതിനൊരു രേഖയും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയും, എന്ത് ചെയ്യും? മൊത്തം പോയി. എന്നിട്ട് ഇയാൾ പറയും, അച്ഛാ, എന്റെ ആക്രാന്തം കൊണ്ടാണ് പറ്റിയത്, എനിക്ക് പറ്റിയ അബദ്ധാണ് അച്ഛാ. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഉള്ളിന്റെ ഉള്ളിലെ തൃപ്തി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആക്രാന്തം കൂടും, പലതിനോടും നമുക്ക് ആവേശം കൂടും, പലതും നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ദൈവവിളി തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിനക്ക് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചേ. എങ്ങനെ തൃപ്തി? അല്ലേ? തൃപ്തി ഇല്ലല്ലോ. ഏതെല്ലാം തരത്തിലാണ് അസ്വസ്ഥതയും അതൃപ്തിയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പലതും അങ്ങോട്ട് നടക്കുന്നില്ലെന്ന് സങ്കടം നമ്മുടെ ഉള്ളിൽ കിടക്കുക. വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അസ്വസ്ഥര് ഭാരപ്പെട്ടിരിക്കുക. ഈ അസ്വസ്ഥതയും അതൃപ്തിയും ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മുടെ മുഖത്ത് തെളിയും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ജീവിതത്തോട്, ഒരു വൈദിക ജീവിതത്തോട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ജീവിതത്തോട് എനിക്ക് തൃപ്തിയില്ലെങ്കിൽ അതെന്റെ മുഖഭാവങ്ങളിൽ തെളിയും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടല്ലേ ചിലപ്പോൾ സമയം നിങ്ങൾ ചോദിക്കത്തില്ല, അച്ഛൻ എന്നാ പറ്റിയേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ, അച്ഛൻ എന്നാ പറ്റിയേ? അതിന്റെ അർത്ഥം എന്താ? എന്തോ പറ്റിയല്ലോ, മുഖത്തെന്തോ കുഴപ്പമുണ്ടല്ലോ. മുഖത്തെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മുഖത്തല്ല, എവിടെയാ? ഉള്ളിലാന്ന്. നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെയല്ലേ? നമ്മുടെ ബന്ധങ്ങളിൽ അങ്ങനെയല്ലേ? അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു ഭാരം. ഇയാൾക്ക് ഇതെന്നാ പറ്റിയത്? ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? ഉള്ളിന്റെ ഉള്ളിൽ അതൃപ്തി ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തി ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭാരപ്പെടാൻ തുടങ്ങും. കഴിഞ്ഞ നാളില് ഒരു അമ്മായിയമ്മ മരുമോളം കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആയിട്ടുള്ളതേ വീട്ടിൽ വന്നിട്ട്, അച്ഛാ രാവിലെ എഴുന്നേക്കുമ്പം തൊട്ട് ഇവള് പറയുന്നൊരു കാര്യം, എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല അച്ഛാ, ഞാൻ ഇനി ഇവക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടത്? അവളെ നിർത്തിക്കൊണ്ട. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഇങ്ങനെയല്ല എന്ന് പറയണത്? അതാ അച്ഛാ, എന്റെ വീട്ടിൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, നീ കല്യാണം കഴിഞ്ഞ് നീ പുതിയ വീട്ടിൽ വന്നില്ലേ? അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ വീട്ടിൽ അങ്ങനെയല്ല അച്ഛാ എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ ഇവള് പറയാതെ തന്നെ പറയുന്ന എന്നതാ, ഈ വീട്ടിലെ കാര്യങ്ങൾ അത്ര അങ്ങോട്ട് എനിക്ക് ഓക്കെ അല്ലെന്ന്. എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, എന്റെ രീതികൾ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ വളർന്നത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ അതൃപ്തി പലതരത്തിൽ പുറത്തു വരാൻ തുടങ്ങും. പല രീതികളിൽ നമ്മൾ ഭാരപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ എന്നെയും നിന്നോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ജീവിതത്തില് തൃപ്തി വേണം, ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കണം. പറഞ്ഞു കൊടുത്തേ. ആയിരിക്കുന്ന അവസ്ഥ. അതായത് ഇപ്പം ഇങ്ങോട്ട് നോക്കിയ ചേട്ടാ, അതായത് താങ്കളുടെ ഭാര്യയെ താങ്കൾ അംഗീകരിക്കണം, ഹാപ്പി ആയിരിക്കണം. കേട്ടോ ചേച്ചി, അംഗീകരിക്കണം. ഇതാണ് എന്റെ ഭർത്താവ്, ഇതങ്ങോട്ട് അംഗീകരിക്കണം. ഇതാണ് സ്വഭാവം, ഇതാണ് എന്റെ ദൈവവിളി. ഞാൻ അംഗീകരിക്കാത്തിടത്തോളം കാലം ഉറക്കം കിട്ടിയാല വിപ്ലവം ഉണ്ടാക്കും, വീട്ടിൽ വിപ്ലവം ഉണ്ടാക്കും, പോകുന്ന സ്ഥലത്തൊക്കെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും, ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ ഭാരം അത് ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പലതരത്തിൽ അത് തിളച്ചു മറിയും. നമ്മുടെ ബന്ധങ്ങളിൽ അത് പിടിപ്പെടും. ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തൃപ്തി കണ്ടെത്തുക, ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തി കണ്ടെത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഒരു ചെറിയ സൂത്രപ്പണി പറയട്ടെ. ഈ തൃപ്തി കണ്ടെത്താൻ പറ്റാത്തവര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? തൃപ്തി കണ്ടെത്താൻ പറ്റണമെങ്കിൽ ഇപ്പോ ഉള്ള കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഇപ്പോ ഉള്ള കാര്യം എന്താണോ അതിനെ ദൈവസന്നിധിയിൽ ഒരു സ്തുതിപ്പായി മാറ്റിയാൽ തൃപ്തി കണ്ടെത്താൻ പറ്റും. ഒന്ന് പരിശ്രമിച്ച് നോക്കും, നല്ലതാ. അതായത് ഇപ്പോ എന്റെ വീട്ടിലെ ദാരിദ്ര്യം, ഈ ദാരിദ്ര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദാരിദ്ര്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഭാര്യ ചിന്തിക്കുവാണ്, എന്റെ ഭർത്താവ് അയാൾക്ക് ഇങ്ങനത്തെ സ്വഭാവം പോയല്ലോ, എന്ത് ചെയ്യും ദൈവമേ? ഭാരം ഭാരം ഭാരം. രാവിലെ തൊട്ട് ഇയാളെന്താ ഇങ്ങനെ എന്നും ചിന്തിച്ചോണ്ടിരുന്ന അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിന് പകരം എന്ത് ചെയ്യണം? എന്റെ ഭർത്താവിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, എന്റെ ഭർത്താവിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്ന ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സാവധാനം നമുക്ക് ഈ നന്ദി പറയുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളില് സന്തോഷം, തൃപ്തി നിറയാൻ തുടങ്ങും. ഹല്ലേലൂയാ. ഇത് ഏത് കാര്യത്തിലും പ്രയോഗിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഏത് കാര്യത്തിലും. ഇപ്പൊ രോഗം, നമ്മൾ വളരെ അസ്വസ്ഥപ്പെടും. എന്നാലും എനിക്ക് ഈ രോഗം വന്നല്ലോ, എനിക്ക് മാത്രം വന്നല്ലോ, ഓ ദൈവമേ എന്റെ ജീവിതം. ഇങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം എന്നറിയോ? കർത്താവേ, ഈ രോഗം തന്നതിനെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രോഗത്തിലൂടെ അങ്ങ് എന്നിൽ ഇടപെടുന്നതിനെ ഓർത്തുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. സേലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു സീറോ മലബാർ പള്ളിയുണ്ട്. അവിടെ ഒരു ജോണി ചേട്ടൻ, ആ ചേട്ടന്റെ പേര് പറഞ്ഞൊരു സാക്ഷ്യം പോലെ പറയാൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാ. ഞാൻ അവിടെ ചെന്ന അവസരത്തിൽ ഇദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ വന്ന് നിൽക്കുക, നല്ല പ്രകാശത്തോടുകൂടെ, ചിരിക്കുന്ന മുഖത്തോടുകൂടെ. ഇയാളുടെ 2 കാലിലും ഉണ്ടല്ലോ വലിയ നീര്, ഈ മന്ത് പോലെ നീര് ഇങ്ങനെ വന്നിരിപ്പുണ്ട്. എന്നിട്ട് വലിയ തുണി വെച്ച് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. അപ്പൊ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇദ്ദേഹം ഇട്ടിരിക്കുന്ന പാൻറ് തന്നെ ഒരു പ്രത്യേക സൈസ് പാൻറ്റാ. കാരണം ഈ വലിയ നീര് ഇങ്ങനെ വന്നിരിക്കുന്നതാണ് എപ്പോഴും അത് ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഭാരമാണ്. അപ്പൊ ഇദ്ദേഹം നടക്കുമ്പോൾ തന്നെ വേച്ചൊക്കെ നടക്കുന്നു, വലിയ ഭാരമുണ്ട്, വലിയ ഭാരം. അപ്പൊ ഇദ്ദേഹം അവിടെ വന്നപ്പോഴത്തേക്ക് പറയുകയാണ്, ധ്യാനത്തിന് ചെന്നപ്പോൾ പറയാം, അച്ഛാ ഇന്നലെ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു അതെന്താ? അച്ഛാ എനിക്ക് ഇന്നലെ 66 വയസ്സ് തികഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ല കാര്യം, 66 വയസ്സിന് എന്തിന് ഇത്ര വലിയ പ്രത്യേകത, 66 വയസ്സ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ 50 വർഷമായി ഞാൻ എൻ്റെ 2 കാലിൽ ഈ വലിയ മുറിവും കൊണ്ട് നടക്കുവാണ്. അത് ശരി. 16-ാമത്തെ വയസ്സിൽ എൻ്റെ 2 കാലിലും ഇങ്ങനെ ഒരു മുറിവിലൂടെ ചില രോഗപീഠകൾ വന്നതാണ്. 16-ാമത്തെ വയസ്സിൽ. എനിക്കിപ്പോ 66 വയസ്സായച്ച. കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ ഈ ഭാരവും ചുമന്നാണ്ട് നടക്കുന്നത്. 50 വർഷമായി. എന്നിട്ട് ഇയാൾ ചെയ്ത കാര്യം എന്താണെന്നറിയോ? പള്ളിയിൽ വികാരിയച്ഛൻ്റെ അടുക്ക ചെന്ന്, അച്ഛാ നാളെ ഒരു താങ്ക്സ് ഗിവിംഗ് മാസ്, നന്ദിയുടെ കുർബാന അർപ്പിക്കണം. അപ്പൊ വികാരിയൻ ചോദിച്ചു, നന്ദി എന്തിനാണ്, എന്താണ് നിയോഗം? കഴിഞ്ഞ 50 വർഷമായി എൻ്റെ കാലിൽ ഈ നീരുള്ളതിനെ ഓർത്ത്, എൻ്റെ കാലിൽ ഈ മുറിവുള്ളതിനെ ഓർത്ത്, എൻ്റെ കാലിൽ ഈ ഭാരമുള്ളതിനെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദിയുടെ ഒരു പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എൻ്റെ നിയോഗം. പിടികിട്ടിയോ? അതായത് 50 വർഷമായി ഇയാളുടെ കാലിലുള്ള ഈ മുറിവിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നന്ദി പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നത്. എന്നോട് പറഞ്ഞു, അച്ഛാ ഇതൊരു ഭാരമല്ല. സംഭവിച്ച എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 വയസ്സുള്ള സമയത്താണ് ഇയാളുടെ കാലയിൽ ഏതോ ഒരു ജീവിയുടെ ഒരു മുറിവ്, ഒരു തരത്തിലുള്ള കടി പറ്റിയിട്ട് ശരീരത്തിൽ അത് വേദനയായിട്ട് മാറി. ഈ 2 കാലിലും അത് ഇങ്ങനെ വേദനയും പഴുപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള ഒരു നാട്ടുവൈദ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ നാട്ടുവൈദ്യൻ പറഞ്ഞു, ഇന്ന പച്ചമരുന്ന് അത് കാലിൽ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് എപ്പോഴും കാല് ചുറ്റിക്കൊണ്ട് നടക്കണം, തുണി കൊണ്ട് ചുറ്റിക്കൊണ്ട് നടക്കണം. നാട്ടുവൈദ്യൻ പറഞ്ഞു കൊടുത്ത ചെടി മാറിപ്പോയി. ഈ മനുഷ്യന്, ജോണിച്ചേട്ടന്റെ അപ്പൻ കിട്ടിയത് ഒരു പറത്തീനിയം എന്ന് പറയുന്ന ഒരു തരം മരുന്നുണ്ട്. മരുന്നല്ല, അതൊരു വിഷമാണ് സത്യത്തിൽ. അതായത് അപ്പൻ മാറിപ്പോയി. ഈ കാലയിൽ വെച്ച് കെട്ടേണ്ട പച്ചമരുന്ന് മാറിപ്പോയി. വേറൊരു വിഷത്തിന്റെ ഈ ഇലയാണ് കാലയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇദ്ദേഹം പറയാണ്, അങ്ങനെ എൻ്റെ 2 കാലിലെ മുറിവ് കൂടി, പഴുപ്പ് കൂടി, കുറേ നാള് ഈ പറത്തീനിയം എന്ന് പറയുന്ന വിഷത്തിന്റെ ഇലയാണ്, അതാണ് കാലെ വെച്ച് കെട്ടിയിരുന്നത്. അറിഞ്ഞില്ല. ഇപ്പൊ എന്തായി? വർഷങ്ങളേറെ കഴിഞ്ഞു, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് നടത്തി നോക്കി, പക്ഷെ മെച്ചപ്പെടുന്നില്ല. ഇദ്ദേഹത്തിന്റെ കാല് ഇങ്ങനെ നീര് വെച്ച്, 2 കാലും ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. 50 വർഷമായച്ചാ ഞാൻ ഈ കാലും കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, വിവാഹം കഴിഞ്ഞു, എനിക്ക് 2 മക്കളായി. എൻ്റെ അച്ഛാ എനിക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്, ഈ പ്രദേശത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നു. അച്ഛാ എൻ്റെ ഈ 2 കാലും ഇതൊരു ഓർമ്മയാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മ. എനിക്കിത് ഭാരമല്ല. ഈ കാലിലെ വേദന ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, ഈ കാലിലെ അനുഭവത്തെ ഓർത്ത് സ്തുതിക്കുന്നു, എനിക്കുണ്ടായ തകർച്ചയെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു കുഞ്ഞു ടിപ്പാണ്. ശ്രദ്ധിച്ചു പഠിച്ചാൽ രക്ഷപ്പെടാം. എന്ത്? അസ്വസ്ഥരാകാതെ ദൈവത്തെ സ്തുതിക്കാനുള്ള വലിയൊരു തീരുമാനം. തൃപ്തി വേണോ? ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിനക്ക് തൃപ്തി വേണോ? നീ ദൈവത്തെ സ്തുതിച്ചോണം. പറഞ്ഞു കൊടുത്തേ, ആ തൃപ്തി വേണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ സ്നാപക യോഹന്നാൻ നമ്മളോട് പറയുന്ന കാര്യം എന്നാണെന്നറിയോ? ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
എന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? ഇതാണ് ചോദ്യം. ചുങ്കക്കാര് ചോദിച്ച ചോദ്യം, പട്ടാളക്കാര് ചോദിച്ച ചോദ്യം, ജനക്കൂട്ടം ചോദിച്ച ചോദ്യം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ പലതവണ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്തു മാറ്റമാണ് എൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ടത്? ക്രിസ്മസ് നക്ഷത്രം ഇട്ടത് കൊണ്ട് ക്രിസ്മസ് ആകുമോ? പുൽക്കൂട് കെട്ടിയത് കൊണ്ട് ക്രിസ്മസ് ആകുമോ? നല്ല ക്രിസ്മസ് കേക്ക് വാങ്ങിക്കൊടുത്തത് കൊണ്ട് ക്രിസ്മസ് ആകുമോ? ഇല്ല. മറിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സ്വയം ചോദിക്കേണ്ട ചോദ്യം, എന്റെ സ്വഭാവത്തിൽ ഞാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? എന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, എന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? കൊള്ളാം. പലർക്കും എന്റെ സ്വഭാവത്തിൽ എന്ന് ചോദിക്കാൻ ഇഷ്ടമില്ല. നിന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? കാരണം നമ്മുടെ ഒരു പൊതുവായ ചിന്ത എന്ന് പറയണത് ഈ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ എന്നല്ലേ. ഇതെല്ലാം അവരുടെ കുഴപ്പമാണ്, അതല്ല ഇവരുടെ കുഴപ്പമാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരെ പഴിചാരുന്ന ഒരു സ്വഭാവ രീതി നമ്മുടെ ഉള്ളിലുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട് സന്ദർശന അവസരത്തിൽ കുടുംബനാഥൻ, ഈ കുടുംബനാഥനെ കണ്ടാലുണ്ടല്ലോ ചാവറ പിതാവിനെ പോലെ ഇരിക്കും. ചാവറ പിതാവിനെ പോലെ തന്നെ ഇരിക്കുന്ന മുഖഭാവം. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ചേട്ടനെ കണ്ട ചാവറ പിതാവിനെ പോലെയുണ്ട്. ചാവറ പിതാവിന്റെ വല്ല സിനിമയോ സീരിയലോ എടുത്തു കഴിഞ്ഞാൽ ഈ ചേട്ടനെ നമുക്ക് അതായിട്ട് ഉപയോഗിക്കാം. ചാവറ പിതാവിനെ പോലത്തെ ഒരു മുഖഭാവം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എന്റെ മകനുണ്ടല്ലോ, അവൻ ശരിയല്ല. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. അപ്പൊ ഞങ്ങൾ ചെന്നിരിക്കുന്നത് ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം എന്നോട് അവസാനം പറയാ, അച്ഛൻ പോകുമ്പോ അവനെ കൊണ്ടുപോക്കോ. അച്ഛൻ പോകുമ്പോഴേ അപ്പോട്ടാശ്രമത്തിലോട്ട് അവനെ കൊണ്ടുപോക്കോ. ശല്യം ഇവിടെ ഭയങ്കര ശല്യം. അപ്പൊ ഈ ചാവറ പിതാവ് എന്നോട് പറയുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മകനോടൊന്ന് സംസാരിക്കാന്ന് കരുതി ഞാൻ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഇവൻ വന്നു. എന്നിട്ട് ഞാൻ ഇവനുമായിട്ട് അല്പസമയം സംസാരിച്ചു. സംസാരിച്ചു വന്നപ്പോഴല്ലേ എനിക്ക് കാര്യം പിടി കിട്ടിയത്. ഇവനല്ല പ്രശ്നക്കാരൻ, നമ്മുടെ ഈ ചാവറ പിതാവാണ് പ്രശ്നക്കാരൻ. ഇയാള് ഭയങ്കര അഭിനയക്കാരനാണ്. ഈ മുഖഭാവം മാത്രമേ ഉള്ളൂ, സ്വഭാവം നമ്മൾ കാണുന്ന പോലെയല്ല. ഈ മകൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്റെ ദൈവമേ, എന്റെ ഉള്ളിൽ ഭാരം കേറി. ഞാൻ ചോദിച്ചു, എടാ നിന്റെ അപ്പനോ? അതെ അച്ഛാ. ആർക്കും തോന്നിയല്ല. എന്റെ അപ്പന്റെ കാര്യം ഞാനീ പറയണേ. എന്റെ അപ്പന്റെ സ്വഭാവ രീതികളാണ് അച്ഛാ. എന്ത് ചെയ്യും? എല്ലാവരുടെയും വിചാരം ഞാനാണ് പ്രശ്നക്കാരൻ. അച്ഛാ, ഈ കാര്യങ്ങൾ കാണണം, കേൾക്കണം. എന്നെ പിന്നെ ഈ ചെറുക്കൻ തെളിവുകളൊക്കെ നിരത്തി. ഇയാളുടെ സ്വഭാവ രീതികൾ, ഇഷ്ടം പോലെ തരത്തിലുള്ള തെറ്റായ ജീവിത രീതികളുള്ള മനുഷ്യൻ പുറമേ കണ്ടു കഴിഞ്ഞാൽ നല്ല ചാവറാപ്പിതാവിനെ പോലെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ഉള്ളില് സ്വഭാവത്തില് വ്യത്യാസം വരുത്തുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ ഉള്ളിലാണ് ചില രീതികൾക്ക് വ്യത്യാസം വരേണ്ടത്. നമ്മുടെ സ്വഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. ഈശോയോട് ചോദിക്കേണ്ട ചോദ്യം, ഈശോയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ, എന്റെ ജീവിത രീതികളിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈശോയോട് ചോദിക്കേണ്ട സമയം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു ചർച്ച വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ വന്നിരിക്കുകയാണ് എന്റെ മുമ്പിലോട്ട്. വലിയൊരു ഫയല്, ഇത്രയുള്ള ഫയല് കൊണ്ട് മേശപ്പുറത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഭർത്താവ് വരുന്നതിന് മുമ്പേ ഞാൻ വന്നതാ. ചേട്ടൻ വരുന്നുണ്ട്. ഞാൻ അതിനു മുമ്പേ അച്ഛൻ്റെ അടുക്കെ വന്നെന്തിനാന്നറിയൂ? ഇത് മുഴുവൻ എന്റെ ഭർത്താവിനെതിരെയുള്ള തെളിവുകളാണ്. അച്ഛാ, കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന തെളിവുകളാണ്. ഫോട്ടോ സഹിതം ഉണ്ട് അച്ഛാ. വാട്സപ്പിലെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത് പ്രിന്റ് ചെയ്ത് ഫയലാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നത് പോലെ ഒരു വലിയ കെട്ട് ഫയല്. ഭർത്താവ് ഇന്ന വർഷം ഇന്ന ദിവസം ഇന്ന സമയം എന്നോട് ഇങ്ങനെ പറഞ്ഞു. അച്ഛാ നോക്കച്ചാ, നോക്ക്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛാ, അത് കഴിഞ്ഞിട്ടുള്ള വർഷം. ഒരു മേശപ്പുറത്ത് മുഴുവൻ ഫയലുകൾ.
എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് മുഴുവൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ കണ്ടുപിടിച്ച തെറ്റുകളാണ്. അയാള് കാണുന്ന പോലെയല്ല അച്ഛാ, അയാൾ കാണുന്ന പോലെയല്ല, അയാൾ ശരിയല്ല അച്ഛാ. അയാളുണ്ടല്ലോ നന്നായി സംസാരിച്ച് അച്ഛനെ വീഴ്ത്തിക്കളയും അച്ഛാ. അയാളെ സൂക്ഷിക്കണം, അയാള് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറിക്കളയും അച്ഛാ. അച്ഛനെ അറിയത്തില്ല അച്ഛാ, അച്ഛ പുറമേ കാണുന്ന പോലെ അല്ല അച്ഛാ. ഞാൻ ഈ ഫയലുകളൊക്കെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവോ അച്ഛാ? അയാളെ കുറിച്ച് അച്ഛൻ പഠിക്കണം. പുറമേ കാണുന്ന പോലെ അല്ല, പകൽമാന്യനാണ് അച്ഛാ, പകൽമാന്യൻ അച്ഛാ. അയാളെ ശരിയാക്കണം. ഈ ഫയൽ മുഴുവൻ അച്ഛാ എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള തെളിവുകളാണ്. അയാളുടെ ജീവിതം മുഴുവൻ ഞാനിത് എടുത്തു വെച്ചിരിക്കുകയാണ്. ദൈവമേ, എത്ര വർഷമായെന്നറിയോ ഈ ചേച്ചി ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളും ഒരു പേപ്പറിൽ A4 സൈസ് പേപ്പറിൽ എഴുതിയും ഫോട്ടോ എടുത്ത് വെച്ചും അങ്ങനെ രേഖകളൊക്കെ റെഡിയാക്കി ഒരു വലിയ കെട്ടാണ് കൊണ്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചി കൊള്ളാം, കലക്കി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ഈ ഫയൽ അങ്ങോട്ട് മാറ്റി വെക്കൂ. ചേച്ചി, സഹോദരി, ഭാര്യ, നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? അച്ഛന് പറഞ്ഞാ മനസ്സിലാകത്തില്ലേ? അച്ഛൻ എന്റെ കുഴപ്പമല്ലെന്നത്, ഈ ഫയൽ എടുത്ത് വെച്ച് നോക്ക്. ഞാൻ പറഞ്ഞു, ശരി, ഈ ഫയലിലുള്ളത് മുഴുവൻ ഭർത്താവിനെ കുറിച്ചുള്ള എല്ലാ കുറവുകളുമാണ്. ശരി, സമ്മതിച്ചു. അല്ല പിന്നെ അച്ഛൻ പിന്നെ എന്തിനാണ് എന്നെ കുറിച്ച് പറയണത്? അച്ഛ ഇയാളല്ലേ നന്നാവേണ്ടത്. ഞാൻ പറഞ്ഞു, അയാള് ശരിയല്ലെന്ന് ഞാൻ അംഗീകരിച്ചു. ഭാര്യ എന്ന നിലയിൽ എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം അച്ഛാ ഞാനത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അച്ഛാ എന്റെ സ്വഭാവം മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇയാളൊന്ന് നന്നാവട്ടെ, ഇയാളൊന്ന് നമുക്ക് പൂട്ടണം അച്ഛാ, പൂട്ടണം. എന്റെ ദൈവമേ, ഈ ഭാര്യയോട് എന്തെല്ലാം പറഞ്ഞാലും കേൾക്കത്തില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്നാന്നറിയോ? നീ മറ്റുള്ളവരെ കുറിച്ച് കുറെ ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നിന്റെ തലയ്ക്കകത്ത്. മറ്റുള്ളവരെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ചൊക്കെ അവരിങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ഫയലുണ്ട്. ആയിക്കോട്ടെ, എന്റെ ചോദ്യം, പറയുന്ന ഞാനും കേൾക്കുന്ന നിന്റെയും ഉള്ളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ടോ? അതോ 24 മണിക്കൂറും എന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് മറ്റുള്ളവരാണെന്നും പറഞ്ഞ് പഴിപറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തും, നശിപ്പിച്ചു കളയും. ഒരിക്കലും നമുക്ക് ക്രിസ്മസ് അനുഗ്രഹപ്രദമായി മാറുന്നില്ല. ക്രിസ്മസ് അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ ഇതാ സ്നാപക യോഹന്നാൻ എന്നോടും നിന്നോടും പറയുന്നത് എന്തെന്നറിയോ? എന്റെ സ്വഭാവത്തിൽ ചില കാര്യങ്ങളിൽ മാറ്റം അനിവാര്യമാണ്. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം ഒന്ന് ബൈബിൾ തുറന്ന് വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 1:15. മർക്കോസ് 1:15. ഈശോ ആദ്യമായി തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്തുവാ? മർക്കോസ് 1:15 വായിച്ചേ. സമയം പൂർത്തിയായി. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിന്റെ ജീവിതത്തിൽ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്താൻ സമയമായി. ആമേൻ, 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 ആമേൻ. നാളേക്കല്ല വെക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്റെ സ്വഭാവ രീതികളിൽ ഞാൻ മാറ്റം വരുത്തേണ്ട സമയമായി. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്താൻ സമയമായി. ഈ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. അല്ലെ, കുമ്പസാരിക്കാറില്ലേ? ഉണ്ടോന്ന്? അല്ല അച്ഛാ, ഞങ്ങൾ നല്ല മനുഷ്യരാണ്, ഞങ്ങൾ കുമ്പസാരിക്കാറുള്ളവരാണ്. കുമ്പസാരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുമ്പസാരിക്കും. അല്ല, ഈ കുമ്പസാരിക്കുമ്പോഴേ
നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വരാറുണ്ടോ? അത് പലപ്പോഴും ഇല്ലല്ലേ. നമ്മള് കുമ്പസാരിക്കും കടത്തു കഴിക്കുന്നത് പോലെ, ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം പോലെ. ക്രിസ്മസ് ആയതുകൊണ്ട്, ഈസ്റ്റർ ആയതുകൊണ്ട്, അല്ലെ, ധ്യാനമായതുകൊണ്ട് അതല്ല. നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം, സ്വഭാവത്തിലൊരു മാറ്റം. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല വാക്ക് പഠിപ്പിക്കാം. അത് ഈ മാനസാന്തരം എന്നുള്ളതിന് ഹീബ്രു ഭാഷയിലുള്ള ഒരു വാക്ക് ശുബ് എന്നാണ്. എന്താണ് ശുബ്? SHUB, ശുബ്. എന്താണ് വാക്ക്? ഷിബു അല്ല, ശുബ്. ശുബ്, മാനസാന്തരം. എന്താണ് വാക്ക്? മാനസാന്തരത്തിന്റെ വാക്ക് ഏതാ? ശുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ടേൺ ആൻഡ് അഗെയിൻ ടേൺ. തിരിയുക, വീണ്ടും തിരിയുക. ഒന്ന് പറഞ്ഞേ. തിരിയുക, വീണ്ടും തിരിയുക. ഒന്നും കൂടെ പറഞ്ഞേ. ഒന്നും കൂടെ പറഞ്ഞേ. സർദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ ചേട്ടൻ ഇങ്ങോട്ടൊന്ന്, ചേട്ടൻ കിട്ടുന്ന ഒരു ഉദാഹരണം കാണിച്ചു. ഉദാഹരണം ഏതാണ്? വാക്ക് ഏതാ? വാക്ക് ശുഭ്. അർത്ഥം എന്താ? തിരിയുക, വീണ്ടും തിരിയുക. പ്രിയപ്പെട്ട ചേട്ടൻ ഇവിടെ ഇപ്പുണ്ട്. ചേട്ടാ ഒന്ന് തിരിഞ്ഞേ. തിരിഞ്ഞു. എന്തോരം തിരിഞ്ഞു? പറ. എന്തോരം തിരിഞ്ഞു? തിരിയാൻ പറഞ്ഞു, തിരിഞ്ഞു. എന്തോരം തിരിഞ്ഞു? പകുതി. കറക്റ്റ്. ഇനി അത് സ്കൂളിലൊക്കെ പഠിച്ചതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഡിഗ്രി വൈസ് മൊത്തം തിരിയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുക. ചേട്ടാ ഒന്നും കൂടെ തിരിഞ്ഞേ. തിരിഞ്ഞു. ഇപ്പൊ എത്ര തിരിഞ്ഞു? മൊത്തം എത്രയാ? ഒരു റൗണ്ട് എന്ന് പറഞ്ഞ എത്രയാ? 360 ഡിഗ്രി. എത്രയാണ്? 360 ഡിഗ്രിയിലാണ് ചേഞ്ച്. തിരിയുക, വീണ്ടും തിരിയുക. 360 ഡിഗ്രിയാണ് മൊത്തം, അല്ലെ? ചേട്ടാ ഒന്നും കൂടെ തിരിയുക. ചേട്ടൻ തിരിഞ്ഞു. എത്ര തിരിഞ്ഞു? 180, 180 തിരിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച വാക്ക് ഏതാ? തിരിയുക, വീണ്ടും തിരിയുക. ചേട്ടൻ ഒന്നും കൂടെ തിരിഞ്ഞേ. ഒന്നും കൂടെ തിരിഞ്ഞു. ഇപ്പൊ എത്രയായി? 360. ഓക്കെ. വാക്ക് ഏതാണ്? ശുഭ്. തിരിയുക, വീണ്ടും തിരിയുക. ചില പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്, എന്തിനാ ദൈവം ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? പഠിക്കാം. ഒരു ഉദാഹരണം പറയാം. പത്രോസ് പാപം ചെയ്തു, യൂദാസ് പാപം ചെയ്തു. ശരിയല്ലേ? ഇതിൽ ഗൗരവമുള്ള പാപം ആരുടെയാ? പാപം ഗൗരവമുള്ളതാണ്. എങ്കിലും പത്രോസ് പാപം ചെയ്ത്, യൂദാസ് പാപം ചെയ്തു. ഗൗരവമുള്ള ഏതാ? കേട്ടില്ല. പത്രോസാണോ? യൂദാസാണോ? കാരണം യൂദാസ് ഒറ്റിക്കൊടുത്തു. പത്രോസ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അത് തെറ്റല്ലേ? അത് ഒരു പ്രാവശ്യം അല്ല, 3 പ്രാവശ്യം അല്ലേ? അപ്പൊ ഗൗരവമുള്ള ഏതാ? ഇനി ഒന്നും കൂടെ ചിന്തിച്ചെന്ന്. പത്രോസ് ലീഡർ അല്ലേ? ലീഡർ പാപം ചെയ്യുന്നതും ശിഷ്യൻ പാപം ചെയ്യുന്ന വ്യത്യാസമുണ്ടോ? ഇല്ലേ? ഉദാഹരണത്തിന് ഞാൻ ചെയ്യുന്നൊരു പാപം, ഇതേ പാപം തന്നെ അല്ലേ? ഞാൻ അപ്പുറത്തിരുന്നോണ്ട് മദ്യപിക്കുന്നു എന്നുള്ളത് പോലെ ഈ ചേട്ടന് മദ്യപിക്കുന്നു. ഇതിലേതാ ഗൗരവം ഉള്ളത്? അച്ഛൻ ചെയ്യുന്ന അത് നിങ്ങൾക്കറിയാം അല്ലേ? അതെന്താ അങ്ങനെ ആയത്? ഞങ്ങൾ രണ്ടുപേരും ഒരേ പാപം അല്ലേ ചെയ്ത്, പിന്നെ എന്താ എന്റെ പാപത്തിന് ഇത്ര ഗൗരവം കൂടുതൽ? എന്നാൽ അച്ഛനല്ലേ, അച്ഛനിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. അച്ഛനല്ലേ അല്ലേ? അതും അച്ഛനൊരു ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ അത് മറ്റേ ചേട്ടൻ പാവം അതിനെന്തോ ഒരു സങ്കടം കൊണ്ട് അത് കുടിച്ചതായിരിക്കും. പക്ഷെ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിടി കിട്ടിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ചിന്തിക്കുക, ചേട്ടൻ ഈ ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലറാണ്. കൗൺസിലർ ആയിട്ടുള്ളൊരു ചേട്ടനും അതേസമയം തന്നെ ഇവിടെ വന്നിരിക്കുന്ന സാധാരണക്കാരനും. ഈ ചേട്ടൻ മദ്യപിക്കുന്നു, അവിടെ ഇരിക്കുന്ന സാധാരണക്കാരനും മദ്യപിക്കുന്നു. ഗൗരവം കൂടുതലേതാ? ഈ ചേട്ടൻ ചെയ്യുന്ന. കാരണം പോട്ടാശ്രമത്തിലെ കൗൺസിലർ അല്ലേ? കൗൺസിലറിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിച്ചില്ലല്ലോ. മറ്റേ പാവം ചേട്ടൻ, അത് പാവം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? സ്ഥാനമനുസരിച്ച്, ഒരു ജീവിത നിലവാരമനുസരിച്ച് പ്രത്യാഘാതം വളരെ വലുതാണ്. ഞാൻ ചെയ്യുന്ന ഒരു പാപം തന്നെ ബിഷപ്പും ചെയ്തു. ഗൗരവം കൂടുതൽ ആരുടെയാ? അതൊക്കെ അറിയാം, ബിഷപ്പിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവം കൂടുതലുള്ളതാണ്. പത്രോസ് പാപം ചെയ്തു. പത്രോസിനോട് മര്യാദയ്ക്ക് പറഞ്ഞതാണ്. എന്തു പറഞ്ഞു? പത്രോസിനോട് ഈശോ പറഞ്ഞ, ഈ രാത്രി ഒന്നും മര്യാദയ്ക്കൊന്നും ഇരിക്കും.
നീ രാത്രി കഴിയുന്നോടെ നീ ശ്രദ്ധ വേണം. ഒന്നും ശ്രദ്ധിച്ചില്ല, 3 പ്രാവശ്യം ഒരു നാണം കൂടാതെ പോയി തള്ളിപ്പറഞ്ഞു. പത്രോസ് ഗൗരവമുള്ള പാപം ചെയ്തു, യൂദാസും പാപം ചെയ്തു. ഇനി എന്റെ ചോദ്യം, യൂദാസിന് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായോ? ഉണ്ടായോ? യൂദാസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഉണ്ടായില്ലേ? ചേടാ, യൂദാസിന് ഒരു മാറ്റം ഉണ്ടായില്ലേ? ഉണ്ടായി. യൂദാസിന് മനസ്സിലായി ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. മനസ്സിലായി, മനസ്സിൽ ആയി. യൂദാസിന് മനസ്സിലായി. യൂദാസ് എന്ത് ചെയ്തു? യൂദാസിന് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു. ദേ ഇപ്പൊ ഈ ചേട്ടൻ യൂദാസ് ആണെന്ന് വിചാരിച്ചോ. യൂദാസ് ചേട്ടാ ഒന്ന് തിരിഞ്ഞേ. ദേ യൂദാസിന് മനസ്സിലായി പാപം ചെയ്തു. എന്നിട്ട് യൂദാസ് എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ്, യൂദാസ് ആരിലേക്ക് നോക്കി? യൂദാസ് യൂദാസിലേക്ക് തന്നെ നോക്കി. അവൻ അവനിലേക്ക് തന്നെ നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഇനി യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, എൻ്റെ ജീവിതം നശിച്ചു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. യൂദാസ് വന്ന വഴിക്ക് തിരിച്ചുപോയി, അവൻ ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. വാക്കേതാണ്? ശുഭ്, തിരിയുക, വീണ്ടും തിരിയുക. ഇനി പത്രോസിനെ കുറിച്ച് പഠിക്കൂ. പത്രോസിന് തന്റെ ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ മാനസാന്തരം ഉണ്ടായോ? ഉണ്ടായി. പത്രോസിന് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു. ചേട്ടാ തിരിഞ്ഞേ, തിരിയുക. ഇത് പത്രോസ് ചേട്ടൻ തിരിഞ്ഞു. പത്രോസ് ചേട്ടൻ തിരിഞ്ഞു. ഇനി പത്രോസ് ആരുടെ മുഖത്തേക്ക് നോക്കി? യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. ദേ തിരിയുക, വീണ്ടും തിരിയുക. 360 ഡിഗ്രി ചേഞ്ച്. ഇതാണ് മാറ്റം, ഇതാണ് മാനസാന്തരം. തിരിയുക, വീണ്ടും തിരിയുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത്, നമുക്ക് പലർക്കും കുമ്പസാരിക്കുമ്പോൾ മാനസാന്തരമൊക്കെ ഉണ്ട്. എന്തോരമുണ്ട്? 90 ഉണ്ട്, ചിലർക്ക് ഈ ഇച്ചിരി വേണമെങ്കിൽ 180 ഉണ്ട്. അവിടെ വന്ന് നിന്നു പോകും. ഉദാഹരണത്തിന് ഈ ചേട്ടൻ ഒരു കള്ളുകൂടിയനായ ചേട്ടനാന്ന് വിചാരിക്കുക. ചേട്ടൻ കള്ളുകൂടിയനല്ല, ഉദാഹരണം. അപ്പൊ ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോ ഈ ചേട്ടന് മനസ്സിലായി, ദൈവമേ ഞാൻ കള്ളുകൂടിയനായിട്ട് ജീവിക്കുന്നത് ശരിയല്ല, മദ്യപാനി ആയിരിക്കുന്നത് ശരിയല്ല. മാനസാന്തരം. ദേ ഇദ്ദേഹം പോയി കുമ്പസാരിച്ചു. ദേ മദ്യപാനി കുമ്പസാരിച്ചു. ഇനി എന്ത് ചെയ്യണം? പറ, ഇനി എന്ത് ചെയ്യണം? മദ്യപാനി പോയി കുമ്പസാരിച്ചു, ദൈവമേ ഇനി മേലിൽ ഞാൻ മദ്യപിക്കില്ല. ഇനി എന്ത് ചെയ്യണം? വീട്ടിലോട്ട് പോയിട്ട് മദ്യപിക്കണമെന്നോ? കൊള്ളാം. ഇനി എന്ത് ചെയ്യണം? മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്ത മാത്രം പോരാ, മറിച്ച് മദ്യപാനത്തിന്റെ സാഹചര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട കൂട്ടുകെട്ടിനെയും വേണ്ടാന്ന് വെക്കണം. അതുമാത്രം പോരാ, തന്റെ ഉള്ളിലുള്ള ശൂന്യതയിലേക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിറയ്ക്കണം, യേശുവിലേക്ക് നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരിഞ്ചാച്ച മാനസാന്തരം എന്ന് പറയുന്നത് 360 ഡിഗ്രി ചേഞ്ച് ആണ്. നമ്മൾ ഇച്ചിരി മാറിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ ചേട്ടൻ വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേക്ക് അപ്പൻ കിടപ്പുരോഗിയാന്ന് വിചാരിച്ചോ, അപ്പനെ 2 തെറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം, അയ്യോ അപ്പനോട് തെറി പറഞ്ഞ് ശരിയായില്ല, പോയി കുമ്പസാരിച്ചു. അപ്പനോട് തെറി പറഞ്ഞ ചേട്ടൻ പോയി കുമ്പസാരിച്ചു. ഇനി എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ പറയാൻ പറ്റാതിരുന്ന ബാക്കി തെറിയും കൂടെ പറയണം. ആണോ? അല്ലെന്ന് എന്ത് ചെയ്യണം? തിരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പനെ അത്രമേൽ സ്നേഹിച്ച് അപ്പന്റെ മേൽ യേശുവിന്റെ സ്നേഹം കൊടുത്ത് അത്രമേൽ കുടുംബത്തിൽ സമാധാനം വരുത്തണം. ഈ രണ്ടാമത്തെ ഭാഗം പലപ്പോഴും നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടനൊരു നല്ല കയ്യടി കൊടുത്തേ. ചേട്ടാ താങ്ക് യു, പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മാനസാന്തരം എന്ന് പറയുന്നത് 360 ഡിഗ്രി ചേഞ്ച് ആണ്, അല്ലാതെ കുറച്ചു മാറ്റമല്ല. ക്രിസ്മസ്, നിന്റെ ജീവിതത്തിൽ ക്രിസ്മസ് ആകണമെങ്കിൽ ചുങ്കക്കാര് ചോദിച്ചു, പട്ടാളക്കാര് ചോദിച്ചു, ജനക്കൂട്ടം ചോദിച്ചു, ഞങ്ങൾ എന്നതാ ചെയ്യേണ്ടത്? സ്നാപക യോഹന്നാൻ കൃത്യമായിട്ട് പറഞ്ഞിടാ, നിന്റെ സ്വഭാവത്തിൽ 360 ഡിഗ്രി മാറ്റം വേണം. ഇച്ചിരി മാറ്റമല്ല, മൊത്തം മാറണം.
Praise the Lord. Praise the Lord. ഹല്ലേലൂയ. 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 എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പറയുന്ന എന്റെയും കേൾക്കുന്ന നിന്റെയും ഒക്കെ ജീവിതത്തിൽ അനേക മേഖലകളിൽ മാനസാന്തരം ആവശ്യമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ നീ ചിന്തിക്കുക, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാൻ ഏത് മേഖലയിലാണ് മാറ്റം വരുത്തേണ്ടത്? എന്റെ സ്വഭാവത്തിൽ ഏത് മേഖലയിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ചെറിയ മാറ്റമല്ല, പരിപൂർണമായിട്ടുള്ളൊരു മാറ്റം. 360 ഡിഗ്രി മേഖലയിൽ ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് എന്റെ സ്വഭാവം, എന്റെ ചിന്തകൾ, എന്റെ ധാരണകൾ, എന്റെ ആലോചനകൾ, എന്റെ സ്വഭാവ രീതികൾ എനിക്ക് മാറ്റം വേണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് സ്വരമുയർത്തിക്കൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ സമർപ്പിച്ച് ഈ സ്വഭാവത്തിൽ ഒരു വിശുദ്ധീകരണം. കർത്താവേ, എന്റെ പിഴ എന്റെ സ്വഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ.